ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. ചേട്ടന്റെ മകൾ പഠിക്കുന്ന അങ്കണവാടിയിലെ റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ഇന്ന് എന്റെ മകളെയും കൂട്ടി ഒന്ന് ചെല്ലുകയാണ്. വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് അങ്കണവാടിയിലേക്ക്. ആ ചാടിച്ചാടി പോകുന്നതാണ് എന്റെ മകൾ അല്ലു. അല്ലു ആദ്യമായിട്ടാണ് അങ്കണവാടിയിലോട്ട് പോകുന്നത്. അല്ലുവിന് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 3 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അങ്കണവാടിയിലോട്ട് ചേർക്കാൻ കഴിയുള്ളൂ. സ്ഥലങ്ങളെല്ലാം കണ്ടൊന്ന് പരിചയമാകട്ടെ എന്ന് വിചാരിച്ചാണ് അല്ലുവിനെയും കൂടി കൂട്ടിയത്. അകത്ത് കയറിയപ്പോൾ തന്നെ ഇരിക്കാൻ ഒരു കസേരയും കഴിക്കാൻ ഒരു ആത്തിപ്പഴം അല്ലുവിന് കിട്ടി. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് അകത്ത് കയറിയപ്പോൾ ആദ്യം ഞാൻ കണ്ടത്. സ്വന്തമായി നമ്മുടെ ദേശീയ പതാക അതിമനോഹരമായി വരയ്ക്കുന്ന ഒരു കുഞ്ഞു മോളെയാണ് ഞാൻ കണ്ടത്. എല്ലാ കുട്ടികൾക്കും ഓരോരോ പേപ്പർ കൊടുത്ത് ദേശീയ പതാക വരയ്ക്കാൻ ടീച്ചർ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ശേഷം ഇവിടുത്തെ അംഗനവാടി ടീച്ചർ റിപ്പബ്ലിക് ഡേ അനുബന്ധിച്ച് ഇന്നത്തെ ദിവസത്തെ ചരിത്രത്തെക്കുറിച്ചും മാതാപിതാക്കളോടും കുട്ടികളോടും 2 വാക്ക് സംസാരിക്കുകയുണ്ടായി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ക്ലാസ് റൂമിലെ തറയാണ്. കുട്ടികൾ വീണാൽ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഇന്റർലോക്ക് ടൈപ്പിലുള്ള ഒരു മൾട്ടി കളർ സ്പോഞ്ച് ടൈപ്പിലുള്ള ഫ്ലോർ മാറ്റാണ് ക്ലാസ് റൂമിൽ വിരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ മനസ്സിണങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചെറിയ ബെഞ്ചും കസേരയും ചുവർ ചിത്രങ്ങളും അക്ഷരമാലകളും കളിപ്പാട്ടങ്ങളും എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു അങ്കണവാടിയാണ് ഞാൻ കണ്ടത്. അല്ലുവിന് വെള്ളം ദാഹിച്ചപ്പോൾ അപ്രതീക്ഷിതമായാണ് ഞാൻ ഇവിടുത്തെ അടുക്കള കാണുന്നത്. പുറത്തുനിന്ന് നോക്കിയപ്പോഴെല്ലാം അകത്ത് ഇങ്ങനെ ഒരു അടുക്കള ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സാധാ ഒരു വീടുകളിൽ കാണുന്നതിനും കാട്ടി നല്ല വൃത്തിയുള്ള ഒരു അടുക്കള. പ്രത്യേകിച്ച് അടുക്കളയുടെ തറയായാലും സ്ലാബായാലും ചുവരെല്ലാം വളരെ ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് കാണിച്ചിട്ടുള്ള ചാർട്ട് ഞാൻ കണ്ടു. ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നത്. രാവിലെ പാൽ, മുട്ട, പയർവർഗ്ഗങ്ങൾ, ശർക്കര, അവില് എന്നിങ്ങനെ ഒരു വലിയ ലിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിട്ട് കഞ്ഞിയും കറിയും ചോറും തോരനും പിന്നെ ഉപ്മാവും അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടൊരു സ്മാർട്ട് ടിവിയും അത്യാവശ്യ സൗകര്യത്തിനായിട്ട് അകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അല്ലു ആദ്യമായി അങ്കണവാടി വന്നതുകൊണ്ട് അല്ലുവിന്റെ വെയിറ്റും ഹൈറ്റും ആയമ്മ എടുത്തു. അല്ലുവിന്റെ ഹൈറ്റിനും വെയിറ്റിനും മുമ്പത്തെക്കാട്ടി കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ശേഷം ദേശീയ പതാക പുറത്ത് പൊക്കിക്കെട്ടിയ ശേഷം എല്ലാവർക്കും പായസം നൽകി സന്തോഷം പങ്കിട്ടു. നല്ല മധുരമുള്ള അടപ്പായസമായിരുന്നു കിട്ടിയത്. നമുക്ക് കിട്ടിയ പായസം ചിയേഴ്സ് അടിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു. ശേഷം ക്ലാസ് റൂമിൽ ചെറിയ പാട്ടും കുട്ടികളുടെ ഡാൻസും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനും ലച്ചുവിനെ അല്ലുവിനെ എടുത്ത് പുറത്തുള്ള പാർക്കിലോട്ട് ഇറങ്ങി. അല്ലുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലൈഡിങ് ആയിരുന്നു. ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതങ്ങ് മാറി. വീടല്ലേ പതുക്കെ ഇവിടെ വാ എവിടെയോ എങ്ങനെയുണ്ടല്ലോ? അങ്ങനെ ഒരുപാട് നേരം കുട്ടികളോടൊപ്പം നമ്മൾ പാർക്കിൽ സമയം ചെലവഴിച്ചു. അങ്കണവാടിയിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. ഇറങ്ങാൻ നേരം അല്ലുവിന് മാസം അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയും തന്നു വിട്ടു. 6 പാക്കറ്റ് അമൃതം പൊടിയാണ് അല്ലുവിന് ഒരു മാസം കിട്ടുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അമൃതം പൊടി കിട്ടിയ സന്തോഷത്തിൽ അല്ലു ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ടീച്ചറെ ആയമ്മയും ഭയങ്കര ഇഷ്ടം. കാരണം അതുപോലെയാണ് അവർ കുട്ടികളെ സ്നേഹിക്കുന്നത്. അത് കൺമുന്നിൽ കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റിയും ലഭിച്ചുകൊണ്ട് തന്നെ നല്ല പോഷകാഹാരങ്ങൾ കഴിച്ചുകൊണ്ട് മാനസികമായി കളിച്ച് വളരാൻ പറ്റിയ ഇത്തരം സ്മാർട്ട് അങ്കണവാടികൾ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചായിരുന്നു. പെട്ടെന്ന് വരാനാണ് പറഞ്ഞത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല. വീട്ടിൽ എത്തിയപ്പോൾ എന്നെയും കാത്ത് അച്ഛൻ പുറത്തു തന്നെ നിൽപ്പുണ്ട്. കയ്യിലൊരു കുടവുമുണ്ട്. കാര്യം മനസ്സിലായി. കുടിവെള്ളമില്ല. ഇവിടെ കുറച്ച് ചതുപ്പ് പ്രദേശമായതുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൂടുതലും പൈപ്പ് വെള്ളമാണ് ആശ്രയിക്കാറ്. എന്നാൽ പൈപ്പിൽ വെള്ളം വരാത്ത ദിവസം കുടിവെള്ളത്തിനായിട്ട് നമ്മൾ കുറച്ച് ദൂരം പോകേണ്ടി വരും.